ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഞാനൊരു കമ്പനിയിലെ എംപ്ലോയി ഡാറ്റ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡാറ്റയിൽ ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ഒരു കോളം ഞാൻ എൻ്റർ ചെയ്തിട്ടുണ്ട്. ഓരോ മാസങ്ങളിലും എത്ര ബർത്ത്ഡേ ഉണ്ടെന്ന് എങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്പർ ഓഫ് ബർത്ത്ഡേ എന്നുള്ള ഈ ഒരു കോളത്തിലെ ഫസ്റ്റ് സെല്ല് ഞാൻ സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു സം പ്രോഡക്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ, ശേഷം ഡബിൾ മൈനസ് ബ്രാക്കറ്റ് ഓപ്പൺ, ടെക്സ്റ്റ് ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു ഭാഗം മാത്രം ഞാൻ സെലക്ട് ചെയ്ത് ഈ ഒരു സെല്ല് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് F4 എന്നുള്ള കീ ഉപയോഗിച്ചിട്ടുണ്ട്. ശേഷം കോമ, ഡബിൾ കോട്ട്, ശേഷം മന്ത് വൈസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 4 പ്രാവശ്യം M എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ശേഷം ഡബിൾ കോട്ട്, ബ്രാക്കറ്റ് ക്ലോസ്, അതിനുശേഷം ഈക്വൽസ് ടു, ശേഷം മന്ത് നെയിം എൻ്റർ ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ്, ഒരിക്കൽ കൂടെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ശേഷം എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 3 എന്ന് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മാസ്റ്റർ ഷീറ്റിലെ ഈ ഒരു ഡാറ്റയിൽ നിങ്ങൾക്ക് കാണാം 3 സ്ഥലങ്ങളിലായിട്ടാണ് ജനുവരി മാസത്തെ ബർത്ത്ഡേ എൻ്റർ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മറ്റു മാസങ്ങളിലെ നമ്പർ ഓഫ് ബർത്ത്ഡേസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോർണർ വന്ന് ഞാൻ താഴേക്ക് ഡ്രാഗ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ സെല്ലുകളിലും കറക്റ്റായിട്ടുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. മൈക്രോസോഫ്റ്റ് എക്സലിനെ കുറിച്ചുള്ള മലയാളം വീഡിയോകൾക്കായി ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.